കേട്ടില്ല. എന്തല്ലേ ചോദിച്ച? രാജ്യത്തായിരുന്നു കുറെ കാലം കൊണ്ട് കാണില്ല. നമ്മളിവിടെ ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ വലിയവരൊക്കെ നിങ്ങൾക്ക് എപ്പോഴും വരാൻ പോവാ. അവിടെയൊക്കെ വായു വെക്കാൻ പോയിട്ട് വന്നിട്ട് അച്ഛൻ പാശയും കൊണ്ട് വന്നിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും വിശേഷം? നമ്മള് മറ്റേ വീഡിയോ ഒന്നെടുത്ത് യൂട്യൂബിൽ ഇട്ട് കേട്ടോ. യൂട്യൂബ് സിയാദില്ലേ, സിയാദ് ചീക്കാതെ ഏത് സീതാത് മേലത്തെ കർമ്മല കർമ്മനെന്ന് വിളിക്കല. ഇപ്പൊ കറുത്ത ആൾക്കാർക്ക് എതിരായിട്ടുള്ള ഭയങ്കര കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ കറുത്ത അങ്ങനെ വംശീയതയുടെ പേരിൽ സംസാരിക്കരുത്. രാജ്യദ്രോഹ കുറ്റമാണ് ഇപ്പൊ അത്. കറുത്താനല്ല, കറുത്തോണ്ടെന്ന് ഇനി വിളിക്കൂലെന്ന് പറ. അവനെ കറുത്തവനെന്ന് വിളിക്കരുത്. കറുപ്പനാന്ന് ചോദിച്ചത് എന്നെ വിളിക്കട്ട്. എത്ര വിളിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ജയിലിൽ പോയി കിടക്കുള്ള കാര്യം ഞാൻ പറയും പോവും. പിന്നെ എവിടെ പോയി കിടന്നാലും അവിടെ മുറുക്കാനും തേങ്ങ അവിടെ കിട്ടൂല. അറിയാല്. അവൻ കേട്ടാ തന്നെ എന്തിനു വിചാരിക്കുമെന്ന്. സിയാദ് വിചാരിക്കട്ടെ എന്തേലും കർമ്മനായിട്ട് വിളിച്ചോ കർമ്മം തന്നെ കരിവണ്ട് അത് പോയിട്ട് കൊണ്ടുപോവാൻ വിഷയമാണ്. സത്യമായിട്ട് ഇന്ത്യയിൽ അത് പമ്പ വിഷയമായിട്ട് കിടക്കുകയാണ് ഇത്. വിളക്കട്ട് എനിക്കട്ട് എന്റെ തോളില്ല നടക്കണത്. സമൂഹത്തിൽ നടക്കുന്ന കാര്യമൊന്നും അറിഞ്ഞുകൂടല്ലേ? സമൂഹത്തിൽ നടക്കണ ആരൊക്കെ അങ്ങനെ അവൻ സിയാദ് പിന്നെ നിങ്ങളെ തിരക്കി എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങള് നിന്റെ കലാ അവരുടെയാണ് കണ്ടിട്ട് ഡാവർ ഇപ്പൊ വരക്കൊന്നുമില്ല. ഡാവർ വേറെ റൂട്ടാണ് ഇപ്പൊ. ഡാവറിന് ഒരു പെണ്ണൊക്കെ വോട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ പെണ്ണ്? അല്ല അതൊരു ആവശ്യമല്ലേ ഒരു പെണ്ണ്? ഡാവർ അലഞ്ഞ് തിരിഞ്ഞ് കൊറേ നാള് കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് ഇങ്ങനെ റെഡിയായി. പെണ്ണ് കെട്ടി. അവൻ പെണ്ണ് കെട്ടിയില്ല. കെട്ടിട്ട് പാവം പാവം. ആര്? ഡാവറാ? എനിക്ക് പാവം ചട്ടമ്പിയൊന്നും ആരും ചട്ടമ്പിയൊന്നും അവൻ പറഞ്ഞിട്ടില്ല. അവനാ പാവം, ഞാനാ പാവം. അല്ലെങ്കിൽ അവൻ പാവം, നിനക്ക് കള്ളത്തരവും കമ്മായും. ആവശ്യമില്ലാത്ത കാര്യം പറയില്ലേ? എനിക്കറിയാം. പിന്നെ ഒന്നുമില്ല. എന്തോന്ന് രാവിലെ കാപ്പി എന്തോന്ന് കുടിച്ചോ? അപ്പവും ചായയും. എനിക്ക് എന്തൊക്കെ വേണം. പിന്നെ ഒന്നും തിന്നില്ല. ഇനി 12 മണിയാകുമ്പോ 2 പറ്റൂ. വിഷ്ണു ഒന്ന് പോയി ഇവിടെ. അവൻ പോയി അങ്ങ് അവന്റെ പള്ളിച്ച വിട്ടു. അത് ചുമ്മാ പോയി. ഇവിടെ അടിയായിട്ടായി പോയത് തന്നെ. ഇവിടെ അടിയുണ്ടായിട്ട് പറയാ. അവിടെ അടിയുണ്ടായി. നാളെ വരണ്ട. അവൻ സമാധാനമായിട്ട് അവിടെ നിക്കട്ടെ. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അവ ഇവിടെ വരണ്ട. അവ അവിടെ നിക്കട്ടെന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പള്ളി വിളിച്ചെന്ന് അവന്റെ കോട്ടയിൽ അയച്ചു വിട്ടാ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പള്ളി വിളിച്ചില്ലല്ലോ? നീ വിളിച്ചത് അവന്റെ ഇതിൽ അയച്ചു കൊടുത്താ. നിനക്ക് അടിയിലെ കുറവാണ്. ഞാൻ അയച്ചു കൊടുത്തില്ലേ? പിന്നെ ആര്? അതാണ് ഞാൻ അവന് ഒന്നും അയച്ചു കൊടുത്തില്ലേ? പിന്നെ അവന്റെ പോട്ടത്തിൽ വല്ലതാ. അത് അല്ല, നിങ്ങൾ തമാശ എന്തിനാ പറഞ്ഞ കാര്യം വന്നത് അതില്? അതൊന്നും പറയല്ലേക്കൊക്കെ അടിയല്ല, കൊലപാതകം ഉണ്ടാവും. നമുക്ക് പറയേണ്ട കാര്യമല്ല. എല്ലാം കണക്കി തന്നെ അല്ലേ? നീ പാടപ്പഴക്കം പാടിയ കമ്മ്യൂണിസ്റ്റുകാരെ ജയിക്കും. അത്രേ ഉള്ളു. നമ്മളെന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് നമ്മളെ കുറ്റം പറയണത്? ഒറ്റേ കുറ്റം പറയണ്ട. ഇവര് കൊറേ എണ്ണ ആവശ്യമില്ല ഇടം തുള്ളണത്. ആരാ ജയിച്ചോട്ടു? അത്രേ ഉള്ളു. അമ്മക്ക് നമ്മൾ വേല ഇടാ അമ്മക്ക് കുടിക്കാം. കൊറേ എണ്ണം വന്നിട്ട്. പിന്നെ പാർട്ടിക്കാരെ നാടെണ്ണം പറഞ്ഞില്ലേ? അന്നും പറയണം ഇന്നും പറയണം. പാർട്ടിക്കാരെ പറയാം. എനിക്കെന്തൊരു കാര്യം? അല്ല, ഇതെല്ലാം പാർട്ടിക്കാര് കേട്ടു നിങ്ങളെ പിന്നെ എവിടെ അടി കിട്ടുമെന്നറിയാം തന്നെ. നീ അവൻ്റെ ഞാൻ പറഞ്ഞ ഈ ആവശ്യമില്ലാത്ത കാര്യം പറയില്ലേ? എനിക്കറിഞ്ഞൂടാ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ നീ എന്നെ പറഞ്ഞിട്ട് അവൻ പറയാം. അവന്റെ പോട്ടത്തിൽ ചെന്നു ചുമ്മാ പറയണത്.
ഞാനാണെങ്കിൽ ഒന്നും പറഞ്ഞു പോലുമില്ല. നമുക്ക് ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല. ആരാ ജയിക്കുക ആരാ തോക്കട്ടെ. സമൂഹത്തിൽ നടക്കണ ആ എന്തര് നീ എവിടെ പോവാൻ പോണ്? ഞാൻ നിങ്ങളെ കാണാൻ വന്ന് ഇന്നലെ എന്തിനാണ് എന്നെ കാണുന്നത്? നിങ്ങളെ കാണുമ്പോ ഒരു സന്തോഷം. അവര് പോട്ട്, നാട്ടുകാര് പോട്ട്. മണിയല്ലേ മുരളിയല്ലേ ഇപ്പൊ എവിടെ പോയിട്ട് വന്നല്ലോ. കയ്യില് ഇല്ലെന്നും മണിയില്ലെന്നും പറഞ്ഞ് കയ്യിൽ എടുക്കാനായിട്ട് ഓടിക്കണം. ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ എനിക്ക് നിങ്ങളെ കാണണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ട്. അപ്പം അങ്ങനെ രാവിലെ വന്ന് നിങ്ങളതാ ഇതുപോലെ ഒന്ന് കണ്ടു നിൽക്കണം. അത്ര തന്നെ. അത്രയല്ല പിന്നെ കണ്ടന്റ് പോ. ഇത് കേട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ സംസാരിക്കാണ്ട്, അതാണ് മെയിൻ. എന്തൊരു കാര്യം എനിക്ക് കാര്യം ഇവിടെ ഒറ്റണത്തിന്റെ സ്വഭാവം ശരിയല്ല. എവിടെ നമ്മളെ ഈ നാട്ടില് ഉള്ള കാര്യം പറ. എന്റെ മഴ വന്നിട്ട് പോണത്. മഴ വന്നിട്ട് ഇവിടെ പെയ്യലല്ലോ, നേരെ അങ്ങ് പോവല്ലേ വെഞ്ഞാറോട്. യൂട്യൂബിൽ 10-300 രൂപ വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇതുവരെ പൈസ വന്നിട്ട് യൂട്യൂബിൽ എങ്ങനെ പൈസ പറഞ്ഞ? ആദ്യത്തെ ഒരു വീഡിയോ, കഴിഞ്ഞത്തെ വീഡിയോ മാത്രമേ അല്ലേ ഇട്ടോളൂ. കാണിച്ച രീതി കിടപ്പുണ്ട്. പറയ്. എന്തൊരു ഞാൻ പറയണ്? പൈസ കിട്ടണ ലെവലായി വന്നപ്പോഴും നിങ്ങൾക്ക് വയ്യ. നിങ്ങൾക്ക് പൈസ ഒക്കെ കിട്ടിയെന്ന് എനിക്കറിയാല്. എന്നെ കൊച്ചാക്കണ്ട. രാവറ ഇവിടെ കുഴിച്ചിട്ടേക്കാണ് പറയും കിടക്ക്. രാവറ ഭാഷ കിട്ടിയില്ല. എനിക്ക് തന്നില്ലെങ്കിൽ മണ്ടൂല എന്നൂടെ കള്ളം പറയും. ഡാവറിനെ കാണണോ? രാവറ എവിടെ പാവം. എനിക്ക് പൈസ സത്യമായിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലേ? എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ കൂടെ ഉള്ളവർക്ക് പോളാവുന്ന എന്നെ വെറും മതിയാക്കാതെ പൊക്കോ. എനിക്ക് നീ കൈ കെട്ടി വാങ്ങിച്ചില്ല, വേറെ പിള്ളേരെ കൊണ്ട് വാങ്ങിപ്പിച്ച്. ഇല്ലെങ്കിൽ നീ എന്നെ വാങ്ങിച്ചു. നീയാണ് ഒന്നാമനായിട്ട് വാങ്ങിച്ച. എനിക്ക് യൂട്യൂബിൽ ആകെയുള്ള 221 സബ്സ്ക്രൈബാണ് ഉള്ളത്. പൈസ കിട്ടിയെങ്കിൽ മക്കളെ വാങ്ങിച്ചു. എനിക്ക് സന്തോഷേ ഉള്ളു. മക്കളാണ് എനിക്ക് സന്തോഷമുള്ളു. എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഇനി 279 പേരോടെ വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും. നമ്മൾ ഈ കഷ്ടപ്പെടുന്ന പൈസ കിട്ടാൻ വേണ്ടിയാണല്ലോ. ഞാൻ പറയില്ല എവിടെ പൈസക്കൊക്കെ പോയി. ഈ പൈസക്കൊക്കെ ഒരു കാര്യമില്ല, നല്ല കാര്യമില്ലാതെ ഒരു കാര്യവും പറയും. അതിന് നമ്മൾ മോശം എന്തിനു പറഞ്ഞ്? ഇവിടെ പറയുന്നതൊക്കെ മോശമാണെന്നാണ് ജനം ചൂണ്ടി. അത് നമ്മളെ വിഷയമല്ല, അറിയാലോ. അത് ജനങ്ങൾ പലതും പറയും തന്നെയല്ലേ. ഇതൊന്നും പറയാനുമില്ല. നല്ലതുപോലെ അങ്ങനെ ജീവിച്ചോണ്ടാ മതി. നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ പൈസ വേണം. പൈസ ഇല്ല, പൈസ തരൂല്ല നിങ്ങൾ. എനിക്ക് പൈസ തരൂല്ല. പൈസ 1000 രൂപ പുള്ളി അയക്കാൻ പൈസ ഇല്ലാതെ എനിക്കറിയാം. എല്ലാ കാര്യവും അപ്പടി ചേച്ചി പറയാം. ഇതിന് നോക്കി പറയാം. എനിക്ക് ആ ഗുളിക വാങ്ങാൻ പൈസ ഇല്ല. 1000 അല്ല, ഇവരെടുത്ത് പറയാം. എൻ്റെ സബ്സ്ക്രൈബ് 500 പേരാക്കി എനിക്ക് പൈസ കിട്ടും. ഇപ്പൊ 221 പേരായെന്ന് പറ. അപ്പം സബ്സ്ക്രൈബ് വരും. പറ. അതെ അതെ. ഏതെന്ന് എനിക്കെങ്ങനെ അറിയാം എത്ര ദാവികൾ പോണോട്ടെ. അവിടെയൊക്കെ പിടിച്ചു വെക്കാം. ഇവിടെ ആയിട്ടിരിക്കണ്. ഇവിടെ എനിക്ക് ഒരു കാര്യം പറയാനും വയ്യ, എനിക്ക് ഒന്നിനും വയ്യ. എനിക്ക് കൂലയ്ക്ക് വരെ രൂപയില്ല. എനിക്ക് രൂപ ആരെങ്കിലും 1000 രൂപ കൊടുത്താൽ നോക്കി ഞാൻ എല്ലാ കാര്യവും കുറേശ്ശെ പറഞ്ഞു തരും. പിന്നെ വെട്ടിത്തൊന്ന് പറച്ചിലില്ല. അത്ര കാര്യമുള്ളൂ. പെൻഷൻ വരാൻ ഇനി 3 മാസമുണ്ട്. 221 പേരെ സപ്പോർട്ട് ആയിട്ടുള്ളൂ. 779 പേര് കൂടെ വേണം. എല്ലാരും എല്ലാം ഫോളോ ചെയ്യും. ആദ്യം പോലെ ഒന്നും ഞാൻ പറയുന്നില്ല. നല്ല കാര്യം പറയും. മഴ ഇന്നലെ നല്ല അടിപൊളി മഴ തന്നെ പെയ്തത് കേട്ടോ. ഇവിടെ പെയ്തില്ല, അങ്ങോട്ടൊക്കെ പെയ്ത്. മനുഷ്യരൊക്കെ ഇരിക്കാൻ വയ്യ. വെക്കയും പിടിച്ച് വാളിയും പിടിച്ച് തോന്നിയും പറിച്ചും കിടക്കല്. നീ എവിടെ പോയിട്ട് നിർക്ക? ഞാൻ ഇവിടെ ഉണ്ടെന്നു. എനിക്കെന്തരി ആവശ്യത്തിന് ആരോഗ്യവും കാര്യങ്ങളും എല്ലാം ഇല്ലേ? ഉണ്ട്. പിന്നെന്ത്? ഞാൻ നടക്കണമെന്ന് തന്നെ എനിക്കറിയാം. പറഞ്ഞതിന് വല്ലതാ ഉണ്ടെങ്കിൽ പൊന്നു സഹോദരൻ. നിങ്ങൾ പറഞ്ഞതിന് വല്ല തരാൻ നിങ്ങൾ വലിയ പറച്ചില്ല കാര്യ. അല്ല, ഞാൻ ഒന്നും പറയല്ല. എനിക്ക് വയ്യ. കുടിയേക്ക് രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ ഉണ്ട്. എന്നാൽ എല്ലാം പെട്ടെന്ന് പറയില്ല, തവണ പറയും. എന്നെ ഇത്രയ്ക്ക് വയ്യ.
എന്തിനു കണ്ടിട്ടൊരു കുഴപ്പമില്ലല്ലേ? ഗുളിക വാങ്ങിക്കണം ചേട്ടാ. ഗുളിക വാങ്ങാൻ മക്കളുണ്ട്, മരുമക്കളുണ്ട്, മോളുണ്ട്. പിന്നെ എന്തിന് എല്ലാരും ഉണ്ടായിരുന്നാ മതി. അവരെപ്പോഴും പൈസ എനിക്ക് തരും. എപ്പോഴും പൈസ അല്ല, ഈ പ്രായത്തിൽ നിന്ന് എപ്പോഴും പൈസ, ആവശ്യത്തിന് പൈസ തന്നാ പോരെ. നിങ്ങൾക്ക് വലിയ ചെലവില്ല. നിങ്ങൾക്ക് ഇവിടെ ചെലവില്ലെന്ന് നീയല്ലേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് മുറുക്കാൻ വാങ്ങണം. ഡെയിലി 10 രൂപയ്ക്ക് മുറുക്കാൻ വാങ്ങണം. അത്രയല്ലേ ഉള്ളൂ. നീ എവിടെ പോയിട്ട് വന്നതല്ല? ഞാൻ വെഞ്ഞാറമൂട് പോയിട്ട് വന്നത്. വെഞ്ഞാറോട്ടി പോയിട്ട് മീനുണ്ടാ? മീനൊന്നും ഇല്ല. മഴ പെയ്താ മീൻ കാണും. അതെങ്ങനെ മഴ പെയ്താൽ മീൻ ഇങ്ങനെ വരണം? ചൂടൊക്കെ മീനൊക്കെ കയറി ഉള്ള കടലിൽ കൊള്ളിക്കും. മഴ പിടിക്കുമ്പോ ഒത്തത് വിരുവിരുവിരുവിരുവാറും. നമ്മൾക്ക് അറിയാതെ അല്ല, വെഞ്ഞാറോടൊക്കെ ഭയങ്കര മഴയായിരുന്നു എന്ന് പറയണം. ആര്യാട്ട് ഇവിടെ ഇട്ട് ചാറി എങ്ങനെ. ഇവിടെ അല്ലെങ്കിലും മഴയും പെയ്യൂല, ഒന്നും പെയ്യാത്തൊരു നാട്. ആളുകൾ അത്ര നല്ലതാണ്. വീഡിയോ കാണണം എല്ലാരും പറയണം നിങ്ങൾ ഭയങ്കര അയ്യൊന്ന് പരദൂഷണം പറച്ചിട്ട്. ആര് പറയുന്നു? വീഡിയോ കാണാൻ അതാണ് ഞാൻ മതിയാക്കിയത്. പറച്ചില് മതിയാക്കി. പലദൂഷണം ഞാൻ പറയില്ല. ഈ കൊണ്ടുവരണവന്മാര് കള്ളത്തരം പറഞ്ഞുകൊണ്ട് കിടക്കണം. ഒരു പലദൂഷണം ഞാൻ പറയണ ഇല്ല, ഒന്നും പറയുന്നു. അതിനെന്ത് പറച്ചില് നിർത്തി. ജോലിക്കല്ലേ പാട്. നമ്മക്ക് ജോലിയുണ്ടോ? നമ്മക്കും ജോലിയില്ല. നിങ്ങൾ ജോലിക്ക് പോകൂലല്ലോ, മീൻ കച്ചവടത്തിനല്ലേ പോകൂ. അത് ജോലിയല്ലേ? അതൊരു കാര്യം തന്നെ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നമ്മക്കും ഇങ്ങനെ ഇഷ്ടം. അതുകൊണ്ടാണ് ഇതിൽ മാന്യമായിട്ട് നിന്ന് സംസാരിക്കാൻ പറഞ്ഞത്. ഇതിൽ കാശ് കൈ വന്നനെ പറയേണ്ട കാര്യം പറഞ്ഞ തൂങ്ങിക്കിടക്കണ് വരാൻ. ഇതുവരെ കായ് കിട്ടിയില്ല. 2 വർഷമായില്ല തുടങ്ങിയിട്ട്. 1000 രൂപ കൊണ്ടുവന്ന് യാതൊരു പറ്റിയുള്ള ഇതിന് തെണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഇത്രേ ഞാൻ പറയുന്നത്. അത് പട്ടികളെ തെണ്ടി വാങ്ങിച്ചോണ്ട് ആളെന്ത് കിഴക്കഞ്ചി അറിയാം. അല്ല, പീടിയയിൽ വന്ന പൈസയല്ല എനിക്ക്. തലക്കാറുകളൊക്കെ നിരങ്ങിയാലും കിട്ടൂല്ല. എത്രയും രൂപ? 5000 രൂപ വരെ. എങ്ങനെ കിട്ടുമെന്ന്? എങ്ങനെയായാലും കിട്ടും. 1000 രൂപ അവിടെ ഇവിടെ നിന്നൊക്കെ നുണ്ടി പറക്കി അതിനെ നോട്ടാക്കി, ചില്ലറയെ നോട്ടാക്കി എനിക്ക് കൊടുത്ത്. എവിടെ കിടന്നു വെച്ചാൽ അപ്പട്ട സോപ്പും കൊണ്ടുവന്നു കൊടുക്കാൻ പാടില്ലാതെ വന്നു. നല്ല സൂപ്പർ തുണിയല്ലായിരുന്നു. സൂപ്പർ പാടി എനിക്ക്. നല്ല കൂടിയ ഗൾഫ് തുണിയാ, മണം കേട്ടിട്ട് അടിച്ചിട്ട് പാടിക്കട്ടെ. അതിന് നല്ലൊരു കോട്ട ഇവിടെ കിട്ടുമല്ലോ. എവിടെ ഇങ്ങോട്ട് കിട്ടുമല്ലോ. എന്റെ അമ്മോ, നിങ്ങളെ ഈ മനസ്സ് ശരിയല്ലാത്ത നിങ്ങൾ എവിടെ എത്താത്ത ഉള്ള കാര്യം പറയാല്ലേ. ഇത്രയും വയസ്സായിട്ട് എവിടെയെങ്കിലും എത്തിയാ കാര്യം? ഈ മനസ്സ് ശരിയല്ല. ശരിയാകൊണ്ടാണ് ഇങ്ങനെ പോണത്. ഇത് തുണി എടുത്തിട്ട് ഉടുക്കാൻ ബാഗില്ലാത്തവന് കൊടുക്കുക. പണം ഞാനെടുക്കും. സുഖപ്പെടുത്തുക. മണമില്ല. സോപ്പിന് മണമില്ല. പേഴ്സി സോപ്പാണെങ്കിൽ മണം കാണും. പേഴ്സി സോപ്പിന് മണമില്ല. ആ സോപ്പിന് മണമില്ലെന്ന് അറിയുന്നുണ്ട്. ഇത്രയും കൂടിയ സോപ്പിന് മണമില്ലെന്ന് പറഞ്ഞാൽ അത് എന്തിന്? അത് ഇവിടെ വാങ്ങണമെങ്കിൽ തന്നെ ഏകദേശം 120 രൂപ 140 രൂപ ഞാൻ വാങ്ങിച്ചോളാം. അത് ഏന്റെ സോപ്പാണെന്ന് അറിയാല്ലേ. എനിക്ക് കേക്കണ്ട. ഇത്രയും നല്ല സോപ്പ് ഇതും കൊടുത്തിട്ട് മണമില്ലെന്നും പറഞ്ഞെടുത്ത്. പഴയ സോപ്പ്. എന്നിട്ട് കുളിച്ചില്ലേ? കുളിച്ച് ഞാൻ തീർത്തു. വെക്ക വലിഞ്ഞു പോയി. കല്ലിൽ പറ്റിട്ട് എങ്ങനെ കല്ലില് പറ്റിച്ച് തുണികൾ കിട്ടും. ഇങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ കണ്ട ചപ്പട്ട സോപ്പ് പഴയതായത്. വേറെ സോപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ തേച്ചിട്ടുണ്ട്. തേങ്ങ കണ്ടിട്ടുണ്ട്. ഈ തുണികളൊന്നും അഴുക്ക തുണികളാണ് ഈ പേർച്ചത്. ഞാനെടുത്തില്ല. ഞാനൊരു പരിവൊക്കെ ഒരു ഉപകാരം ചെയ്തിട്ട് എന്നെ കുറ്റപ്പെടുക. ഉപകാരം തേങ്ങാക്കൊല സംസാരിക്കരുത്. അതങ്ങനെ കൊണ്ടുവാ. രൂപ കൊണ്ടുവരാം. 500 പേര് ആയി കഴിഞ്ഞാൽ രൂപയാണ്. എനിക്ക് ഒരാള് ആക്കാനും വയ്ക്കും. ഒന്നും പോണ്ട. നിങ്ങൾ കുണം കണ്ടിട്ട് പോകുവോണിച്ച് ഒരു പറയിലും വരില്ല. അപ്പൊ നമ്മ പോയി തന്നാ മതി. ഇത്രയും നാള് പോണ്ടായിരുന്നു. ഇപ്പൊ പോയാ മതി. ഇനി എനിക്കെല്ലാം അവിടെ കൊണ്ട് തകച്ച് ഇനി പോയി പാടി പിടിക്കാൻ വന്നിരിക്കണം. ആർക്കും ഇല്ലാത്തില്ല എനിക്ക്. നമ്മള് നാളെ ഇന്നൊരു സ്ഥിരം നമ്മള് പിടിക്കും. കല്യാണം മുടക്കണ കേസുകള്. കല്യാണം ആര് മുടക്കണ്? ആരെ മുടക്കി? ആരെല്ലാം കല്യാണം മുടക്കിക്കൊണ്ട് പോട്ട്. എൻ്റെ അമ്മക്കുണ്ട്.
നിനക്ക് പെണ്ണ് കിട്ടിയ? ഞാൻ പെണ്ണ് കിട്ടിയില്ല. കെട്ടിയില്ല, വിളിച്ചോണ്ട് കൊണ്ട്. അതൊക്കെ അങ്ങനെ നടക്കും, ലോകമേ അങ്ങനെ തന്നെ. നിങ്ങളിത് ആരെ നോക്കണം? അവര് പോട്ടെ, അവര് റോട്ടിൽ കൂടെ അവര് പോട്ടെ, നിങ്ങൾക്ക് എല്ലാവരെയും അറിയണോ? ആരെയൊക്കെ പോകണമെന്ന് നോക്കട്ടെ. അവിടെ ഇരിക്കണം. പേർച്ചല് മഴയുന്നു. മഴ ഇവിടെ മഴയില്ല. ഇതൊക്കെ എന്തൊരു കാലം പറഞ്ഞ കാലമൊക്കെ തീർന്നില്ല. ഇനി എന്തേര്? ജനങ്ങളുടെ സ്വഭാവം ശരിയല്ല, അതാണ് ഇങ്ങനെ അനുഭവിക്കണത്. കാലമൊക്കെ പോയൊക്കെ നല്ലതും അഴുക്കിയൊക്കെ പോയി. ഇപ്പൊ ദുഷ്ടന്മാരെ കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ടോ പഠിക്കാൻ? ഉണ്ട്. അവിടെ കള്ളവടച്ച് 5 വരെയും കണ്ടു. അല്ല, ഞാൻ പോവില്ല. എവിടെയെങ്കിലും കയറി ഒഴിച്ചില്ല. ഞാൻ എവിടെയെങ്കിലും കയറി ഒഴിച്ചില്ല. അതെന്ത്? എനിക്ക് പോവാൻ വയ്യ, സാറന്മാരടിക്കുന്നു. നമ്മളെ അടുത്താണ് പള്ളിക്കൂടം കൊണ്ടുപോയിട്ട്. എന്നിട്ട് പോയില്ല? ലോങ്ങുള്ള അവിടെ ഒരു മാടൻ കാവുണ്ട്, അവിടെ കയറി ഇരിക്കും. കഴിച്ചോണ്ടിരിക്കും കഞ്ഞിയും കറിയൊക്കെ. എത്രാമത്തെ വയസ്സിൽ? 5ാം ക്ലാസ്സിൽ പഠിച്ചത്? 7 8 വയസ്സിൽ. പിന്നെ ഞാൻ പോയില്ല. തന്നെ നല്ലതല്ലായിരുന്ന? പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ചായിരുന്നു. ജോലി ഇന്നത്തെ കാലത്ത് പഠിത്തത്തിനൊരു മാനം ഇല്ലല്ലോ. ഇപ്പോഴല്ലേ പഠിത്തത്തിന് മാനം. ഒന്നും വേണ്ടല്ലോ, പഠിച്ചാൽ മതിയല്ലോ. അന്ന് കൊണ്ടുപോകില്ല. അന്ന് പഠിച്ച് ജോലി വാങ്ങണ എത്ര ആൾക്കാരുണ്ട്. പിന്നെന്ത് അങ്ങനെ പറഞ്ഞത്? പഠിത്തത്തിനൊരു മാർക്കറ്റൊന്നുമില്ല. പഠിത്തത്തിന് അന്നും ഇന്നും ഒരു വില തന്നെ. നല്ല മഹാത്മ്യം. പഠിത്തം വക വേണ്ടല്ലോ, പഠിത്തം പോയി പഠിച്ചില്ലേ? നിങ്ങൾ എത്ര വരെയൊക്കെ പഠിച്ചത്? 5 വരെയൊക്കെ പഠിച്ചത് തന്നെ. മീൻ കച്ചവടത്തിന് പഠിക്കാൻ പഠിച്ച ഞാൻ 7ാം ക്ലാസ് വരെ പോയി എന്റെ പഠിത്തം നിർത്തി. അതല്ല ഞാൻ ഇപ്പൊ മീൻ കച്ചവടത്തിന് പോയി തുടങ്ങി. അവിടെ പോയി വലിയ നടുവൊന്നും വയ്യ. ഇവിടെ ഇരി. എപ്പോഴേ ഇരിക്കണം ഞാൻ. കാലൊക്കെ ഉണ്ടാകും. ഒരു നീരുമില്ല, ആവശ്യമില്ലാത്ത കള്ളം പറയ്. നമ്മള് നല്ല വീഡിയോ ആയിട്ട് വരുമെന്ന് പറ. നല്ല പുതിയ വീഡിയോകളായിട്ട് വരുമെന്ന് പറ. ഇതിൽ പറ.